ഈ കാണുന്ന അർദ്ധഗോളാകൃതിയിലുള്ള വിസിറ്റർ സെൻറ്റർ വഴി ഇറങ്ങി വേണം നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട്. എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങിയാൽ നേരത്തെ പറഞ്ഞ ഭൂമിക്കടിയിലെ മറ്റൊരു ലോകം. ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ മോസ്കും പരിസര പ്രദേശവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നാണ് ഈ അബുദാബി ഷെയ്ഖ് സിയാദ് ഗ്രാൻഡ് മോസ്ക്. ഇതാണ് ഈ മോസ്കിന്റെ പ്രധാന ഹാള്. കിബ്ല വാൾ എന്നാണ് ഈ ഒരു ഹാൾ അറിയപ്പെടുന്നത്. മക്കയ്ക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഹാളിന്റെ നിർമ്മാണം. ചുറ്റിലും ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു വൈബ്. പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ താഴികക്കുടമാണ് ഈ കാണുന്ന താഴികക്കുടം. 40 കിലോ സ്വർണവും പ്രീഷ്യസ് സ്റ്റോണുകളും മോഡേൺ സ്റ്റീലെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തൂക്കുകൾക്ക് നിർമ്മിച്ചിട്ടുള്ളത്. മാമ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അബുദാബി പ്രസിഡൻഷ്യൽ പാലസിന്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോസ്കായ അബുദാബി ഷെയ്ഖ് സിയാദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ്. അബുദാബി മെയിൻ ബസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 25 മിനിറ്റ് സഞ്ചരിച്ച് നമ്മളങ്ങനെ ഷെയ്ഖ് സിയാദ് മോസ്കിന്റെ പടിപ്പുരയിൽ എത്തിയിരിക്കുകയാണ്. ബസ് ഇറങ്ങി ഇതാണ് ഇവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകൾ. മോസ്കിന്റെ പുറമേ നിന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മോസ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മോസ്കിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം അങ്ങോട്ട് പോകാനായിട്ട് ഈ കാണുന്ന ഹാഫ് സ്ഫെറിക്കൽ ആയിട്ടുള്ള വിസിറ്റർ സെന്റർ വഴി ഇറങ്ങി വേണം പോകാൻ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം പ്രശസ്തമായിട്ടുള്ള അമ്പലങ്ങളെ പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഭക്തരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പലത്തിനും പള്ളിക്കും ചുറ്റും തുണിക്കടകളും കരകൗശല വസ്തുക്കളും അലങ്കാര സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ നിറഞ്ഞ ഒരു നഗരം തന്നെ ഉണ്ടായി കാണും. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. ഈ മോസ്കിന് കൊടുക്കേണ്ട പ്രാധാന്യവും ബഹുമാനം എന്നോണം ഈ ഭൂമിക്ക് മുകളിലായിട്ട് ഈ പള്ളി മാത്രമേ കാണാൻ കഴിയൂ. ഇതിന് ചുറ്റും വേറൊരു കെട്ടിടവും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒരു മോസ്ക് റിലീജിയസ് കൾച്ചറൽ ലാൻഡ്മാർക്കിനോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ ഭാഗം കൂടിയാണ്. ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ തുണിക്കടകളും കരകൗശല സാധനങ്ങളും എല്ലാം അടങ്ങിയ ഒരു നഗരപ്രദേശവും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ അങ്ങനെ ഒരു നഗരപ്രദേശം ഇവിടെയുണ്ട്. പക്ഷേ അത് ഞാൻ ഈ കാല് വെച്ച് നിൽക്കുന്ന മണ്ണിൻ്റെ അടിയിലാണെന്ന് മാത്രം. വരൂ, കാട്ടിത്തരാം. ഈ കാണുന്ന അർദ്ധഗോളാകൃതിയിലുള്ള വിസിറ്റർ സെൻറ്റർ വഴി ഇറങ്ങി വേണം നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട്. അത്യാധുനികമായ മോഡേൺ ശൈലിയിലുള്ള എൻട്രൻസ്. എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങിയാൽ നേരത്തെ പറഞ്ഞ ഭൂമിക്കടിയിലെ മറ്റൊരു ലോകം. ആധുനിക കാലത്തെ നഗരങ്ങളുടെ പര്യായമായ ഷോപ്പിംഗ് മാള് പോലത്തെ ഒരു സെറ്റപ്പ്. കരകൗശല വസ്തുക്കളുടെ കടകൾ മാത്രമല്ല, പ്രധാനപ്പെട്ട ലോകോത്തര ബ്രാൻഡുകളുടെ മിക്ക ഷോപ്പിംഗ് ഔട്ട്ലെറ്റിലും ഇവിടെയുണ്ട്. കോസ്റ്റ, സബ്വേ തുടങ്ങിയിട്ടുള്ള ധാരാളം ഫുഡ് കോർട്ടുകൾ നമുക്കിവിടെ കാണാം. എസ്കലേറ്റർ ആണെങ്കിൽ വലത്തോട്ട് നടന്നാൽ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിലെത്തും. പക്ഷേ ടിക്കറ്റിന് പ്രത്യേകം പൈസ കൊടുക്കേണ്ടതായിട്ടില്ല, ഫ്രീ ടിക്കറ്റാണ്. എന്നാൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മാത്രമാണ് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് എടുത്തു തരാനായിട്ട് ആരും തന്നെ ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ് ഈ കാണുന്ന കമ്പ്യൂട്ടറിൽ ഫില്ല് ചെയ്ത് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. കമ്പ്യൂട്ടർ നോളജ് ഒട്ടും ഇല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ടിംഗ് ടീംസ് ഉണ്ട് ചുറ്റും. സാധാരണ ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിനുള്ളിൽ ഒരാളും അയാളുടെ മുമ്പിലായിട്ട് നീണ്ട ഒരു ക്യൂവും ആയിരിക്കും കാണാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാഴ്ച കാണാനില്ല. മാറുന്ന ലോകത്തിന്റെ മോഡേൺ ടെക്നോളജി എല്ലാം കാണണമെങ്കിൽ UAEയിൽ തന്നെ വരണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അണ്ടർപാസുകളുടെ കുറച്ച് നടക്കണം. എസ്കലേറ്റർ യൂസ് ചെയ്യേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ഈ മോസ്ക് സന്ദർശിച്ച പ്രശസ്തരായ ആളുകളുടെ ഫോട്ടോസ് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മോസ്കിന്റെ പ്രത്യേകതകളെയും ഇതിന്റെ നിർമ്മാണ രീതിയെയും കുറിച്ചെല്ലാം ചുമർചിത്രങ്ങളിലൂടെ കാണിക്കുന്നുണ്ട്. എയർപോർട്ടിലെ സുരക്ഷാ ചെക്കിംഗ് പോലുള്ള ചെക്കിംഗ് ഇവിടെയുമുണ്ട്. സിഗരറ്റ് ലൈറ്റർ, മൈക്രോഫോൺ, മൂർച്ചുള്ള വസ്തുക്കൾ ഇതൊന്നും അകത്തേക്ക് അനുവദിക്കില്ല. എസ്കലേറ്റർ കയറി മുകളിലെത്തിയാൽ നേരെ മോസ്കിന്റെ മുമ്പിൽ എത്തിച്ചേരും. അബുദാബിയിലുള്ള എൻ്റെ മാമനും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനോഹരൻ എന്നാണ് മാമൻ്റെ പേര്. അപ്പം മാമൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാമൻ വന്ന ശേഷം നമുക്ക് അകത്തോട്ട് കയറാം. അതേറെ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കി നടക്കാം. 30 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ മോസ്കും പരിസര പ്രദേശവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നാണ് ഈ അബുദാബി ഷെയ്ഖ് സിയാദ് ഗ്രാൻഡ് മോസ്ക്. പുറത്തുനിന്ന് നോക്കുമ്പോൾ 4 കൂറ്റം മിനാരങ്ങളും 5-6 ഡോമുകളും കാണാം. എന്നാൽ ചെറുതും വലുതുമായ 82ഓളം ഡോമുകളും അഥവാ മകുടങ്ങളും ഉണ്ട് ഈ ഒരു മോസ്കിന്. സാധാരണ ഒരു ആരാധനാലയത്തിന് പുറമെ ഇതൊരു ബൃഹത്തായ ആർക്കിടെക്ചറൽ വിസ്മയമാണെന്ന് പറയാം.
ലോകപ്രശസ്തമായ താജ്മഹൽ അത് ഇത്ര ഖ്യാതി നേടാൻ കാരണം അതിന്റെ ചരിത്രപരമായ കഥകളാണ്. എന്നാൽ താജ്മഹലിനേക്കാളെല്ലാം ബൃഹത്തായ രീതിയിലുള്ള നിർമ്മാണ മികവാണ് ഈ ഒരു മോസ്കിനെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. 15 വർഷം മുമ്പാണ് ഈ മോസ്കിന്റെ പണി പൂർത്തിയായത്. ഇന്നും ഇതൊരു പുതിയ നിർമ്മിതി പോലെ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതിന് വേണ്ട വിധത്തിൽ വൃത്തിയായി മെയിൻ്റെനൻസ് ചെയ്യുന്നത് കൊണ്ടാണ്. സൂക്ഷിച്ചു നോക്കിയാൽ മാർബിൾ മൊസൈക്കിൽ കൊത്തുപണി ചെയ്തിരിക്കുന്നത് കാണാം. എല്ലാം അതിസൂക്ഷ്മമായാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആരാധനാലയമായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് കൊടുക്കേണ്ട ബഹുമാനം എല്ലാവരും കൊടുക്കണം. അതിനുവേണ്ടി ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ മുമ്പിൽ വെച്ച് ഡാൻസ് കളിക്കാൻ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൈകൊണ്ടുള്ള യോയോ ഗസ്റ്ററുകൾ അതൊന്നും ഇവിടെ അനുവദിക്കില്ല. ഞാൻ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് കൈകൊണ്ട് പള്ളികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് നമ്മുടെ വിലക്ക്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ മുട്ടിന് മുകളിലേക്കുള്ള ഡ്രസ്സൊന്നും ഇവിടെ അനുവദിക്കില്ല. അപ്പം എൻ്റെ ഡ്രസ്സ് മുട്ടിന് കുറച്ച് താഴേക്ക് കാരണം അവർ കയറ്റി വിട്ടു. മാമൻ ഇവിടെ നിന്ന് പതുക്കെ നടന്നു വരുന്നുണ്ട്. സമയം 6 മണി ആവാറായി. വെണ്ണക്കൽ നിറമുള്ള പള്ളിയുടെ അകത്ത് നല്ല സ്വർണ്ണ നിറമുള്ള വെളിച്ചം ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കാണാനായിട്ട്. അപ്പൊ അബുദാബിയിലുള്ള എന്റെ മാമ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂട്ടാണ് ഇനി നമ്മുടെ ഷെയ്ഖ് സിയാദ് മോസ്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് മാമ. എന്താണ് ഇവിടെ വരാറുള്ളവന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇനി നമുക്ക് പതുക്കെ അകത്തേക്ക് കിടക്കാം. പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്ത് ഫുള്ളി മാർബിൾ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. മാമ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇത്തരത്തിൽ വരാന്ത പോലുള്ള നടപ്പാതയിലൂടെ കുറച്ച് ചുറ്റി വളഞ്ഞ് നടന്ന് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. വരാന്തയുടെ സൈഡിലായിട്ട് നടുമുറ്റം പോലത്തെ കുറച്ച് ഏരിയ ഉണ്ട്. അങ്ങോട്ട് കടക്കുന്നവരെയും സെക്യൂരിറ്റി ചേട്ടൻ വിലക്കുന്നുണ്ട്. കാരണം വിശ്വാസികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഷെയ്ഖ് സിയാദ് മോസ്ക് എന്ന ആശയത്തിന് അടിത്തറ പാകിയ ഷെയ്ഖ് സിയാദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനെ ഖബറടിക്കിരിക്കുന്നതും ഈ ഒരു മുറ്റത്താണ്. അതുകൊണ്ടാണ് പൊതുജനങ്ങൾ വിരസമായിട്ട് അങ്ങോട്ട് നടക്കുന്നതെന്ന് വിലക്കിയിരിക്കുന്നത്. വരാന്തയിലുടനീളം തൂണുകളുടെ ഒരു നിര തന്നെ കാണാം. ഈ തൂണുകളുടെ മുകളിലായിട്ട് സ്വർണ്ണ നിറമുള്ള അലങ്കാര പണികളും. ഇതെല്ലാം സ്വർണം തന്നെയാണെന്നാണ് പറയുന്നത്. മാർബിൾ കൊത്തുപണികൾ ചെയ്യുന്നത് അതീവ ശ്രമകരമായ കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. നിലത്തും ചുമരിലുമുള്ള മാർബിളുകളിൽ അതിസൂക്ഷ്മതയോടു കൂടിയ മനോഹരമായ ചിത്രപ്പണികൾ കാണാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ടുലിപ്സ്, ലില്ലി, ഐറിഷ് തുടങ്ങിയ പുഷ്പങ്ങളുടെ ചിത്രങ്ങളാണ് ആലേപനം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്ത ഹാളിലേക്ക് പോവാണ്. ഇതാണ് ഈ മോസ്കിന്റെ പ്രധാന ഹാള്. കിബ്ല വാൾ എന്നാണ് ഈ ഒരു ഹാൾ അറിയപ്പെടുന്നത്. മക്കയ്ക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഹാളിന്റെ നിർമ്മാണം. ചുറ്റിലും ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അറിയാതെ നിശബ്ദമായി പോകുന്ന ഒരു അവസ്ഥ. സിറിയയിൽ നിന്നുള്ള ആർക്കിടെക്റ്റാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുഗൾ പേർഷ്യൻ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ താഴികക്കുടമാണ് ഈ കാണുന്ന താഴികക്കുടം. 4 തൂണുകൾ ചേർന്ന കൂറ്റം വലിയ തൂണുകളുടെ ഒരു നിര തന്നെയുണ്ട് ഈ ഒരു വലിയ ഡോമിനെ താങ്ങി നിർത്താൻ. ഡോമിന്റെ സെന്ററിൽ നിന്നും ഭീമാകരമായ ഒരു വലിയ തൂക്കുവിളക്ക് കാണാം. 12 ടണ്ണാണ് ഈ ഒരു തൂക്കുവിളക്കിന്റെ ഭാരം വരുന്നത്. 40 കിലോ സ്വർണവും പ്രീഷ്യസ് സ്റ്റോണുകളും മോഡേൺ സ്റ്റീലെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തൂക്കുവിളക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 49 അടി ഉയരവും 33 അടി വ്യാസവും ഉണ്ടെന്ന് ഗൈഡ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. ഞാൻ ഇന്നുവരെ കടലിൽ വെച്ച് ഏറ്റവും വലിയ തൂക്കുവിളക്കാണിത്. മുകളിലെ അത്ഭുതം കഴിഞ്ഞ് താഴോട്ട് നോക്കിയാൽ കാർപ്പറ്റിന്റെ ഒരു വിസ്മയ ലോകം. സാധാ ഒരു പരവതാനയല്ല ഇത്. ഇതിനുകൊണ്ട് പറയാൻ ഒരുപാട് കഥകളും പ്രത്യേകതകളും. കൈകൊണ്ട് നെയ്തെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പേർഷ്യൻ പരവതാനയാണിത്. 5700 സ്ക്വയർ മീറ്റർ വലിപ്പമാണ് ഈ ഒരു കാർപ്പറ്റിനുള്ളത്. 2 വർഷം കൊണ്ടാണ് 1700 നെയ്ത്തുകാർ ചേർന്ന് ഇത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഇറാനിയൻ ഡിസൈനറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഗിന്നസ് ബുക്കിലും ഈ കാർപ്പറ്റ് ഇടം പിടിച്ചിട്ടുണ്ട്. ഏകദേശം 41,000 ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഒരു മോസ്കിന്. അബുദാബിയിലത്തെ കിടിയം വീഡിയോസാണ് നമ്മൾ ഇത്ര കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാലത്ത് എമിറേറ്റ്സ് പാലസിലാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെറാരി വേൾഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഷെയ്ഖ് സിയാദ് ഗ്രാൻഡ് മോസ്കിലേക്ക്.
ദുബായിൽ നിന്ന് നമ്മൾ അബുദാബിക്ക് വന്നതിന് പെട്ടെന്ന് കണ്ട് തീർക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അബുദാബിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതൊക്കെ നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. മാമൻ ജോലി കഴിഞ്ഞിട്ട് കുറച്ചേരം നമ്മൾ അബുദാബി മോസ്കിൽ കുറച്ചേരം നമ്മളിപ്പം ജോയിൻ ചെയ്തു. മാമന് ജോലി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് ഇനിയും അബുദാബിയിലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അതൊക്കെ വന്ന് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യും. അതൊക്കെ ടാറ്റ ബൈ ബൈ ചെയ്യും. ഞാൻ പറയും.